ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം സ്വാധ്യായം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് സ്വയം പഠിക്കുക എന്നുള്ള ഒരു ശ്രമമാണിത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലെ 47 ശ്ലോകങ്ങൾ വരെ നാം മനസ്സിലാക്കി. ഇനി 48ാമത് ശ്ലോകമാണ്. മൃത്യുർ ബുദ്ധിമതാമാബൂഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത ന അപരാധോ അസ്തി ദേഹിനഃ. മൃത്യുർബുദ്ധിമതാമോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത ന അപരാധോ അസ്തി ദേഹിനഃ. ബുദ്ധിമത ബുദ്ധിയുള്ളവനാൽ യാവത് ബുദ്ധിബലോദയം ബുദ്ധിക്കും ശക്തിക്കും ആവുന്നിടത്തോളം യാവത് ബുദ്ധിബലോദയം ബുദ്ധിക്കും ശക്തിക്കും ആവുന്നിടത്തോളം മൃത്യു മരണം അബോഹ്യ തടയപ്പെടേണ്ടതാണ്. മൃത്യുർ ബുദ്ധിമത അബോഹ്യോ യാവത് ബുദ്ധിബലോദയം. ബുദ്ധിമത ബുദ്ധിയുള്ളവനാൽ യാവത് ബുദ്ധിബലോദയം ബുദ്ധിക്കും തന്റെ ബുദ്ധിക്കും ശക്തിക്കും ആവുന്നതുപോലെ മൃത്യു ആബോഹ്യ മരണത്തെ തടയപ്പെടേണ്ടതാണ്. ബുദ്ധിയുള്ളവൻ തന്റെ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് മരണത്തെ തടയേണ്ടതാണ്. അസൗ ന നിവർത്തേതയതി അസൗ ന നിവർത്തേതയതി എന്നിട്ടും അത് ആ മരണം വിട്ടുപോകുന്നില്ലെങ്കിൽ ദേഹിനഃ മനുഷ്യന് അപരാധകന അസ്തി മനുഷ്യന് കുറ്റമില്ല. ആ മനുഷ്യന്റെ കുറ്റമല്ല അത്. അസൗ ന നിവർത്തേതയതി എന്നിട്ടും ആ മരണം വിട്ടുമാറിപ്പോകുന്നില്ലെങ്കിൽ ദേഹിനഃ അപരാധം നാസ്തി അത് മനുഷ്യന്റെ കുറ്റമല്ല, അത് അവന്റെ കുറ്റമല്ല. ബുദ്ധിമത യാവത് ബുദ്ധിബലോദയം മൃത്യു അബോഹ്യ ബുദ്ധിയുള്ളവൻ തന്റെ ബുദ്ധിക്കും ശക്തിക്കും അനുസരിച്ച് മരണത്തെ തടയേണ്ടതാണ്. അസൗന നിവർത്തേതയതി എന്നിട്ടും ആ മരണം വിട്ടുമാറി പോകുന്നില്ലെങ്കിൽ ദേഹിനഃ അപരാധകന അസ്തി ആ മനുഷ്യന് അവന്റെ കുറ്റമല്ല അത്. അപരാധൻ അസ്തി അവന്റെ കുറ്റമല്ല. 48ാമത്തെ ശ്ലോകം ആണ് നാം മനസ്സിലാക്കുന്നത്. 49ാമത് ശ്ലോകം നോക്കുകയാണെങ്കിൽ പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യദി ജായേരൻ മൃത്യുർവാന മ്രിയേത ചേത്. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യദി ജായേരൻ മൃത്യുർവാന മ്രിയേത ചേത്. മേ സുതാ ജാതേരൻ യതി സുതാമേ യതി ജായേരൻ മേ സുതാ ജായേരൻ യതി എനിക്ക് മക്കൾ ഉണ്ടാകാൻ പോകുന്നുവെങ്കിൽ വാ അഥവാ മൃത്യു അന്തകൻ ഇവിടെ അന്തകനാകുന്നത് കംസനാണ്. അങ്ങനെ അന്തക മൃത്യു കംസനാവുന്ന കാലൻ ന മ്രിയേത ചേത് മരണപ്പെട്ടു പോകുന്നില്ലെങ്കിൽ മൃത്യവേ ആ അന്തകന് കംസനാവുന്ന കാലന് പുത്രാൻ പ്രദായ മക്കളെ ജനിക്കുന്ന മക്കളെ കൊടുത്തിട്ട് കൃപണാം ഇമാം ദീനയായ
ഇവളെ ദേവകിയെ മോചയെ രക്ഷപ്പെടുത്തിയേക്കാം. വസുദേവർ ചിന്തിക്കുന്നതാണ്. മേ സുതാ ജായേരൻ യതി, എനിക്ക് മക്കൾ ഉണ്ടാകാൻ പോകുന്നുവെങ്കിൽ മാ മൃത്യു അഥവാ മൃത്യുവായ തന്റെ ഭാര്യയായ ദേവകിക്ക് അന്തകനാകുന്ന ഈ കംസനാകുന്ന കാലൻ മ്രിയേത ചേത്, മരണപ്പെട്ടു പോകുന്നില്ലെങ്കിൽ മൃത്യുവേ ഈ അന്തകന്, ഈ കംസനാകുന്ന കാലന് പുത്രാൻ പ്രദായ, തനിക്കുണ്ടാകുന്ന മക്കളെ കൊടുത്തിട്ട് കൃപണാം ഇമാം മോചയെ, ദീനയായ ഇവളെ രക്ഷപ്പെടുത്തിയേക്കാം. ഇതാണ് 49ാമത് ശ്ലോകം. ഈ 50ാമത് ശ്ലോകം നോക്കിയാൽ വിപര്യോ വാക്യം ന സ്യാദ് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ വിവർത്തേത നിവൃത്തഃ പുനരാപതേത്. വിപര്യോ വാക്യം ന സ്യാദ് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവർത്തഃ പുനരാപതേത്. വിപര്യോ വാ അല്ലെങ്കിൽ വിപര്യേയ, എന്റെ പുത്രൻ കംസന്റെ അന്തകനാവുക എന്നത് വിപര്യേഹ, വിപരീത നിലയിലും കംസനാൽ എന്റെ പുത്രന്മാർ കൊല്ലപ്പെടുകയോ, അതല്ല വിപര്യേഹ, എന്റെ പുത്രൻ കംസന്റെ അന്തകനായി തീരുകയോ ചെയ്താൽ കിം ന സ്യാദ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ? വിപര്യോ വാ കിം ന സ്യാദ്, വിപരീതമായിട്ടും എന്തുകൊണ്ട് നടന്നുകൂടാ? ധാതുഹു ഗതി, ദൈവത്തിന്റെ ഗതി, ദുരത്യയാതടുക്കാവുന്നതല്ല. ഉപസ്ഥിത, അടുത്തു വന്നിരിക്കുന്നത്, മൃത്യു മരണം അടുത്തു വന്നിരിക്കുന്നത്, നിവർത്തേത, തൽക്കാലം മാറിപ്പോകട്ടെ, നിവൃത്ത, മാറിപ്പോയത്, പുനഃ ആപതേ, ഇനിയൊരിക്കൽ വന്നു ചേരും എന്നുള്ളതും ഇരിക്കട്ടെ. ഇങ്ങനെ വസുദേവർ വിചാരിക്കുകയാണ്. വിപര്യോ വാക്യം ന സ്യാദ് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്ത പുനരാപതേത്. വാ വിപര്യേയ കിം ന സ്യാദ് ധാതുഗതിഃ, അല്ലെങ്കിൽ വിപരീത നിലയിലും എന്റെ പുത്രൻ കംസനെ കൊല്ലുക എന്നുള്ള ആ വിപരീത നിലയിലും എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? ദൈവത്തിന്റെ ഗതി ദുരത്യയാ ഉപസ്ഥിതഃ നിവർത്തേത നിവൃത്തഃ പുനഃ ആപതേ, ദൈവത്തിന്റെ ഗതി തടുക്കാവുന്നതല്ല. അടുത്തു വന്നിരിക്കുന്നതായ മൃത്യു തൽക്കാലം മാറിപ്പോകട്ടെ, മാറിപ്പോയത് ഇനി ഒരിക്കൽ വന്നു ചേരുമെന്നുള്ളതും ഇരിക്കട്ടെ. ഇതാണ് 50ാമത് ശ്ലോകം. അതിന്റെ അർത്ഥം 51ാമത് ശ്ലോകം നോക്കുകയാണെങ്കിൽ അഗ്നേർയഥാദാരുവിയോഗയോഗയോരധിഷ്ഠതോ അന്യത്ര നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യഃ ശരീര സംയോഗ വിയോഗ ഹേതുഃ. അഗ്നേർയഥാദാരുവിയോഗയോഗയോരധിഷ്ഠതോ അന്യത്ര നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യഃ ശരീര സംയോഗ വിയോഗ ഹേതുഃ. അഗ്നേർ യഥാ, യഥാ അഗ്നേ, ഏതുവിധം അഗ്നേ കാട്ടുതീയിന്
ദാരുവിയോഗയോഗയോ, ദാരുവിയോഗയോഗയോ, ചില മരങ്ങളെ വിടുന്നതിലും ചില മരങ്ങളെ പിടികൂടുന്നതിലും അദൃഷ്ടതഃ അന്യത്, അദൃഷ്ടമല്ലാതെ വേറെ, യഥാ അഗ്നേ ദാരുവിയോഗയോഗയോ അദൃഷ്ടതഃ അന്യത്. ഏതുവിധം കാട്ടുതീയിന് ചില മരങ്ങളെ വിടുന്നതിലും ചില മരങ്ങളെ പിടികൂടുന്നതിലും അദൃഷ്ടമല്ലാതെ വേറെ നിമിത്തം ന അസ്തി, കാരണമില്ലയോ. കാട്ടുതീ പടരുമ്പോൾ ചില മരങ്ങൾ കത്താതെ തീ പിടിക്കാതെ അവശേഷിക്കുന്നു. അതുപോലെ ഏവം ഹി അതുവിധം ജന്തോ അഭി ശരീര സംയോഗ വിയോഗഃ ഹേതു. ജന്തോ അഭി, ജീവന്റെ ശരീരത്തോടുള്ള ചേർച്ചയും ശരീര സംയോഗ വിയോഗം, അതുപോലെ ഒരു ജീവന് ശരീരത്തോടുള്ള ചേർച്ചയും പിരിവും ഉണ്ടാകുവാനുള്ള കാരണവും ദുർവിഭാവ്യ, ഊഹിപ്പാനാകയില്ല. യഥാ അഗ്നേ ദാരുവിയോഗയോഗയോ അദൃഷ്ടതഃ അന്യത്. കാട്ടുതീയിന് ചില മരങ്ങളെ ദഹിപ്പിക്കുന്നതിനും മറ്റു ചില മരങ്ങളെ ഒഴിവാക്കുന്നതിനും അദൃഷ്ടമല്ലാതെ വേറെ നിമിത്തം നാസ്തി, കാരണമില്ല എന്നും. ഏവം ഹി അതുവിധം തന്നെ ജന്തോ അഭി, ജീവന്റെ ശരീരത്തോടുള്ള ശരീര സംയോഗ വിയോഗ ഹേതു, ജീവന്റെ ശരീരത്തോടുള്ള ചേർച്ചയും പിരിവും ഉണ്ടാകുവാനുള്ള കാരണവും ദുർവിഭാവ്യ, ഊഹിപ്പാനാകയില്ല. 51 ശ്ലോകം. ഈ 48, 49, 50, 51 ഈ 4 ശ്ലോകങ്ങളെ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. വിചാരിച്ചു കൽപ്പിച്ചാൻ ഇവൾ പെറും ബോധങ്ങൾ തമ്മേ തത്തൽക്കാലേ ഞാൻ മടിയാതെ മാറാതെ കൂടെ കൊണ്ടുവന്നിഞ്ഞു നൽകുമാറൊരു സത്യം ചെയ്താൽ പോരുമെന്നിരിക്കലോ. വസുദേവർ വിചാരിക്കുകയാണ്, ഇവൾ പെറും ബോധങ്ങൾ തമ്മെ, ബോധങ്ങൾ കുഞ്ഞുങ്ങൾ, ഇവൾ വെറും ബോധങ്ങൾ തമ്മെ തത്തൽക്കാലേ, അതേ സമയത്ത് തന്നെ ഞാൻ മടിയാതെ പാരാതെ കൂടെ കൊണ്ടുവന്നിങ്ങു നൽകുമാറൊരു സത്യം ചെയ്താൽ പോരുമെന്നാകിലോ. ദേവകീദേവി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ തത്തൽക്കാലേ, അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്ന കംസന്റെ കയ്യിൽ കൊടുക്കാമെന്ന് ഒരു സത്യം ചെയ്താൽ പോരുമെന്നെങ്കിലോ, കൊല്ലാതെ ദേവകി ദേവിയെ കൊല്ലാതെ ഇരിക്കുമെങ്കിലോ, കൂടെ കൊണ്ടുവന്നിങ്ങു നൽകുമാറ് സത്യം ചെയ്താൽ പോരുമെന്നിരിക്കലോ. കാമിനി തന്നെ കൊള്ളാം, അല്ലെങ്കിൽ അപരാധം മാമകമൊഴിഞ്ഞിടും എന്നെല്ലാം ഉറച്ചവൻ. കിളിപ്പാട്ടിലേക്ക് ഈ 4 ശ്ലോകങ്ങളെ ഇത്രമാത്രം കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.